അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, അക്കൂസിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ നമ്മൾ നേരെ പോയത് ഇപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ടോയ്സാണ്. പ്രത്യേകിച്ചും കാറ്, ബൈക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ക്രൈസാണ് അവന്. കിഡ്സ് ബെസ്റ്റി എന്ന് പറയുന്ന കടയിലോട്ടാണ് പോയത്. അവരിപ്പം ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ ആ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പം ഇക്കാക്ക് പ്ലാൻ ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട് അവന് കാറ് തന്നെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ അവന് റിമോട്ട് കാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇക്ക അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ അവന് പെൻസിലും പിന്നെ എറേസർ, കട്ടർ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അവന് വേണ്ടിയിട്ട്. കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നിന്നാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല, അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ജോക്കറിൻ്റെത് എടുത്തു. അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നല്ല കൺഫ്യൂഷനായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് അവന് ഗിഫ്റ്റ്. പിന്നെ ഈ സൈക്കിൾ അവൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതെടുക്കണ്ട, നമ്മൾ ഫസ്റ്റ് എടുത്ത് തന്നെ എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സാധനം പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 8ലും 9ലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മളിത് ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് മുത്തുകളൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു പട്ടിക്കുട്ടിയില്ലേ, നല്ല രസമാണ്, നല്ല ക്യൂട്ടായിരുന്നു ഈ പട്ടിക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അതിങ്ങനെ ബോന്നാക്കുമായിരുന്നു. അപ്പം അത് നമ്മളെടുത്തില്ല. നമ്മൾ പിന്നെ വേറൊരു ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുന്ന ആന ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തുമ്പിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ അമ്മൂസിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുപ്പി, ഇങ്ങനെ അടച്ച് വെക്കുന്ന ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ ഫോൾഡിങ് കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവന് കൊടുക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിയത്. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട ഈ ഒരു റിമോട്ട് കാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. നമ്മൾ ബില്ലടിക്കാൻ ചെന്നിട്ടും നമ്മൾ വീണ്ടും അവിടെ വീണ്ടും കറങ്ങുകയാണ്. ഇപ്പം ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹോട്ട് വീൽസ് അവിടെ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കയറി നോക്കണേ, അത്രയ്ക്ക് മാത്രം കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ അവിടെ ഒന്നും കൂടി പരതാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന സാധനം എല്ലാം കൂടെ തറയിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ചോദിച്ചു മതിയോ എന്ന് ചോദിച്ചു. ഏകദേശം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്ന് ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് എത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളുടെ അടുത്ത് നിന്നത്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഞാനിതൊക്കെ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇത് അവന് കൊടുക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവും. കാര്യം അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ കാറ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പോത്തങ്കോട് ഭീമയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ മസ്റ്റായിട്ടും കയറി നോക്കണേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മളിനി അൺബോക്സ് ചെയ്യാണ് ഫസ്റ്റ്. ഞങ്ങളിത് അൺബോക്സ് ചെയ്യില്ലായിരുന്നു, പക്ഷേ ഇത് ചെയ്ത് നോക്കിയാലേ ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കി, ബാറ്ററി ഇല്ലായിരുന്നു കേട്ടോ. ബാറ്ററി നമ്മൾ 2 ഇട്ടത് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ രാത്രി തന്നെ കടയിൽ പോയിട്ട് ബാറ്ററിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പിൽ പോയി, എല്ലാം ക്ലോസ്. ലാസ്റ്റ് ഈ ഒരു കട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ബാറ്ററിയൊക്കെ കിട്ടി. പിന്നെ നമ്മളിനി വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ സെറ്റ് ചെയ്യുവാണ്. സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് സ്മോക്കും ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നേ. അപ്പം അത്യാവശ്യം നല്ല ഇതിൻ്റെ അടുത്ത് അവന് കൊടുക്കുന്ന വീഡിയോയും ബാക്കിയൊക്കെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാവേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.